ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. കരം മേരിലാൻഡ് സിനിമാസിന്റെയും ഹാബിറ്റ് ഓഫ് ലൈഫിന്റെയും ബാനറിൽ വിനീത് ശ്രീനിവാസനും വൈശാഖ് സുബ്രഹ്മണ്യം ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്ത് നോബിൾ ബാബു തോമസിന്റെ കഥയിൽ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ എത്തിയിരിക്കുന്ന പുതിയ സിനിമയാണ് കരം. നമ്മൾ സ്ഥിരം കാണുന്ന ഫീൽ ഗുഡ് വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ നിന്ന് മാറി ഒരു ആക്ഷൻ ത്രില്ലർ ജാനറിലാണ് കരം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ സിനിമയുടെ ട്രെയിലർ കണ്ടിട്ടുള്ളവർ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്ന് എഴുതി കാണിച്ചിരിക്കുന്നത്. അത് അവർ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരുപക്ഷെ മറ്റ് സിനിമകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ സിനിമ എന്ന് കാണിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം. തിര കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും അത് എൻറ്റയർലി ഒരു ഡിഫറെന്റ് ജാനറിലുള്ള സിനിമയായിരുന്നു. അതായത് നമ്മൾ ഈ അടുത്തിടെ കണ്ടിട്ടുള്ള വിനീത് ശ്രീനിവാസൻ സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്, ഇപ്പൊ ഹൃദയമായാലും വർഷങ്ങൾക്ക് ശേഷമായാലും ജേക്കബിന്റെ സ്വർഗരാജ്യം ആയാലും ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് ജാനർ ആയിരുന്നു തിര. അതുപോലെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ജാനറിലുള്ള സിനിമയാണ് കരം. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജോമോൻറ്റി ജോണും എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് രഞ്ജൻ എബ്രഹാമുമാണ്. മേക്കിംഗ് വൈസും ടെക്നിക്കൽ ക്വാളിറ്റി വൈസും നല്ലൊരു സിനിമ തന്നെയാണ് കരം. ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ ഫസ്റ്റ് കാണുന്നത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ കണ്ടപ്പം ശരിക്കും നല്ല റിച്ച് ഫ്രെയിംസ് ആയിട്ട് ആ ഒരു മേക്കിങ്ങിന്റെ ക്വാളിറ്റി ആ ട്രെയിലറിൽ എനിക്ക് അന്ന് തിയേറ്ററിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിരുന്ന സിനിമയായിരുന്നു കരം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കിതൊരു ഡിസപ്പോയിന്റിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. സാധാരണ നമ്മൾ വിനീത് ശ്രീനിവാസൻ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ആ സിനിമയായിട്ട് കാണാറുണ്ട്. പക്ഷെങ്കിൽ ഇതിലൊരു ഇമോഷണൽ ത്രെഡ് അവര് കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എങ്ങോ അതങ്ങോട്ട് കണക്ട് ആവാൻ സാധിക്കാണ്ട് പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ആ സിനിമയുടെ ഒരു ത്രെഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോബിൾ അവതരിപ്പിക്കുന്ന ദേവ് എന്ന കഥാപാത്രം ഒരു മിലിറ്റന്റ് ആയിരുന്നു. അവിടെ നിന്ന് കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതവും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും കുട്ടിയുമായി വേറൊരു രാജ്യത്ത് എത്തുന്നതും അവിടെ വെച്ച് യാദൃശികമായി പഴയ ലവറിനെ കാണാനിടയാവുന്നതും പുള്ളിക്കാരി ഒരു ഹ്യൂമൻ ട്രാഫിക്കിന്റെ ഭാഗമായിട്ട് ട്രാപ്പ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ വരുന്ന ഒരു ത്രെഡിലാണ് സിനിമ പോകുന്നത്. പുള്ളിക്കാരിയെ രക്ഷിക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെയാണ്. ഇമോഷണൽ കണക്ഷൻസ് വരേണ്ട ത്രെഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് എത്രത്തോളം സക്സസ് ആവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഡൗട്ടുള്ള കാര്യമാണ്. എനിക്ക് പേഴ്സണലി ഒരു കാണുമ്പോൾ ഒരു ഇമോഷണലി നമുക്ക് കണക്ട് ആവുന്ന കാര്യങ്ങളൊന്നുമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് അങ്ങനെ പുതുമകളൊന്നും ഇല്ലാണ്ട് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന, നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് ഇരുത്താൻ സാധിക്കാത്ത എലമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് പോയി എന്ന് വേണം പറയാൻ. ഷാൻ റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ മനോഹരമായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം തന്നെ ഷാൻ ചെയ്തിട്ടുണ്ട്. സ്കോർ ഒക്കെ നല്ലതാണ്. ഇടയ്ക്കുള്ള ചെണ്ടമേളം കാര്യങ്ങൾ ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. ചില പാട്ടുകൾ അതിന്റെ സ്കോറും കാര്യങ്ങളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഈ സിനിമയുടെ ജാനറിന് അത് എത്രത്തോളം യോജിക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. മേക്കിംഗ് വൈസ് സിനിമ ഓക്കെയാണ്, റിച്ച് ഫ്രെയിംസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് പലയിടത്തും വീക്കായി പോകുന്ന പോലെയാണ് തോന്നിയത്. നമുക്ക് എവിടെയും ഒരു കണക്ഷൻ കിട്ടാത്ത പോലെ, എവിടേക്കോ സ്ക്രിപ്റ്റ് പാളി പോകുന്നത് പോലെയാണ് തോന്നിയത്. നോബിളിന്റെ കഥയിൽ നോബിൾ തന്നെ സംവിധാനം ചെയ്ത് അഭിനയിക്കാനിരുന്ന സിനിമയായിരുന്നു ഇതെന്നാണ് വിനീതന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടത്. പക്ഷെങ്കിൽ ഈ സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഓഫ് കോഴ്സ് വിനീത് എന്ന ഡയറക്ടർ തന്നെയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഒരു ഡിസപ്പോയിന്റ്മെന്റ് തന്നെ ആയിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പൊ റിച്ച് ഫ്രെയിംസ് മാത്രം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു സിനിമ നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ ഘടകങ്ങളെല്ലാം അതിൻ്റെതായ അളവിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ മാത്രമല്ലേ നമ്മളൊരു സിനിമയുടെ ഔട്ട്കം അത്രത്തോളം മികവുറ്റതാവുകയുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫൈങ് എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ആക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസ് ഒന്നുമില്ല. വളരെ കുറച്ച് ഫേസസ് മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് അറിയാവുന്നത്. ഇപ്പൊ നായികമാരായിട്ടുള്ള രണ്ടുപേരും എനിക്ക് ന്യൂ ഫേസസ് ആയിരുന്നു. ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നില്ല വേറെ സിനിമാസിൽ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതായിട്ട്. അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുണ്ടായിരുന്ന മനോജ് കെ ജയൻ, അതുപോലെ ശ്വേത മേനൻ, ബാബുരാജ്, അങ്ങനെയുള്ള കുറച്ചു പേര് മാത്രമാണ് ഫെമിലിയർ ഫേസസ് നമുക്കുള്ളത്. പിന്നെ ഉള്ളത് കുറെ, ഇത് ജോർജിയയിലാണ് മെജോറിറ്റി ഷൂട്ട് നടക്കുന്നത്. അവിടെയുള്ള കുറെ ഫോറിൻ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നുള്ളത്. ഭയങ്കര പെർഫോമൻസ് എന്ന് പറയാനൊന്നുമില്ല, ഓക്കെ അത്രേ ഉള്ളൂ. ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, കുഴപ്പമില്ല. ഡബിങ് ഒന്നും പക്ഷെങ്കിൽ എന്തോ അത്ര അങ്ങോട്ട് സിങ്ക് ആവാത്ത പോലെയോ എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഉള്ളത് പോലെ തോന്നി. പിന്നെ ഇതിൽ എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറെ ഫോറിൻ ആക്ടേഴ്സ് ഉണ്ട്. അവർക്ക് അത്യാവശ്യം നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഇപ്പൊ മെയിൽ ക്യാരക്ടേഴ്സ് ആയാലും ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയാലും. അതുപോലെ ഒരു ചെറിയ മോളുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട് ഇതില്. ആ കുട്ടിയൊക്കെ ആണെങ്കിലും ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഭയങ്കര രസമായിട്ട് ആ കുട്ടിയുടെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റുള്ളവരും ഫോറിൻ ആക്ടേഴ്സ് ഒക്കെ ചില സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും ഫോറിനേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കര ഒരു മിസ്മാച്ച് തോന്നും, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നും. പക്ഷെങ്കിൽ അവര് നാച്ചുറൽ ആയിട്ട് തന്നെ
അവരുടെ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അത് ഇതിൽ സിനിമയിൽ വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. ഒരു ഓക്കെ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ടു ആവറേജ് മൂവി. ഇത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എപ്പോഴും പറയുന്ന പോലെ എല്ലാവർക്കും അവരവരുടേതായ പെർസ്പെക്റ്റീവ് ഉണ്ട്. ചിലപ്പോൾ ഇഷ്ടമാവാം, ഇഷ്ടമാവാതിരിക്കാം. സോ ഇതൊക്കെയാണ് കരം. വിനീത് ശ്രീനിവാസൻ എന്നത് ശരിക്കും ഒരു ബ്രാൻഡ് ആണെന്ന് തന്നെ നമുക്ക് പറയാം. വിനീത് ശ്രീനിവാസൻ എന്ന ഡയറക്ടറുടെ പേര് നോക്കി സിനിമ കാണാൻ പോകുന്ന, അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസന്റെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് നമുക്കിടയിൽ. ആ ഓഡിയൻസിൽ എത്ര പേർക്ക് ഈ സിനിമ അക്സെപ്റ്റബിൾ ആകും അല്ലെങ്കിൽ ഇഷ്ടപ്പെടും എന്നുള്ളത് ഒരു സംശയമുള്ള കാര്യം തന്നെയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ ട്രോൾസും കാര്യങ്ങളൊക്കെ വന്നു. ചെന്നൈ പാസം കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഈ സിനിമ കണ്ടിറങ്ങുമ്പോ പലരും പറയും ചെന്നൈ പാസം തന്നെയാണ് നല്ലത്, ഇതിലും നല്ലത് അത് തന്നെയാണ് എന്ന് പറയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ വിനീതിന്റെ ഫീൽ ഗുഡ് മൂവി സിനിമകൾക്ക് ഒരു തട്ട് എപ്പോഴും താണു തന്നെ ഇരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. മറ്റൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. സൈനിങ് ഓഫ്.